ഹലോ ലൈസ്, വെൽക്കം ബാക്ക് ടു വെസ്ട്രോസ് ലോകം. സൂപ്പർ ബോൾ പ്രമാണിച്ച് 4ാം എപ്പിസോഡ് കുറച്ച് നേരത്തെ എത്തിയത് കൊണ്ട് ആകാംക്ഷയോടെ കാത്തിരുന്നത് മതി. ഇനി എന്താ നടക്കുന്നതെന്ന് ഇപ്പോൾ തന്നെ നോക്കാം. അനാഥനായ ഒരു നാടോടി ചെക്കനെന്ന് ഡങ്ക് കരുതി തന്റെ സഹചരനാക്കിയ എഗ് സത്യത്തിൽ ഒരു രാജകുമാരനായിരുന്നു എന്ന ഞെട്ടിക്കുന്ന വെളിപാടിലൂടെയാണ് കഴിഞ്ഞ അധ്യായം അവസാനിപ്പിച്ചത്. ടാർഗറിയൻ പ്രിൻസ് ആണ് എഗ് എന്ന ഏകണെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിലും വലിയ പ്രശ്നമല്ലേ അവിടെ ഇപ്പോൾ അരങ്ങേറിയിട്ടുള്ളത്. ടാർഗറിയനായ ഒരു ഡ്രാഗൻ കുഞ്ഞിനെയാണിപ്പോൾ ഡങ്ക് നോവിച്ചിരിക്കുന്നത്. ഇനി അതിൻ്റെ പ്രത്യേകതയും പുകിലുകളും എന്തായാലും നേരിടേണ്ടി വരിക തന്നെ ചെയ്യും. ഏരിയോന്റെ പല്ലടിച്ച് വാരിട്ടതോടെ ആഷ്ഫോർഡ് കൊട്ടാരത്തിലെ തുറുങ്കലിൽ അടച്ചിരിക്കുകയാണ് പാവത്തിനെ. പുറത്ത് നല്ല മഴ പെയ്യുന്നത് നോക്കി അങ്ങനെ നിൽക്കുമ്പോൾ ഉള്ളിൽ ജ്വലിക്കുവാണ്. കൂടെ നിന്ന് എഗ്ഗ് തന്നെ പറ്റിച്ചതാലോചിച്ചും ടാൻസലിനെ ഉപദ്രവിച്ചതുകൊണ്ടാണേലും അധികാരത്തിലിരിക്കുന്ന ഒരുത്തനെയാണ് കൈകാര്യം ചെയ്തത് എന്ന് ശങ്കിച്ചു. ഒട്ടും സമയം കളയാതെ തന്നെ നമ്മൾ കാത്തിരുന്ന ഡങ്കും എഗ്ഗുമൊത്തുള്ള ചോദ്യം പറച്ചിലേക്കും പോവുകയാണ്. ഉണ്ണിക്കുട്ടനിപ്പോൾ റോയൽ ഡ്രസ്സിൽ, അതായത് ടാർഗറിയൻ വസ്ത്രമൊക്കെ ധരിച്ച് കിങ്കരന്മാരുമായി ഡങ്കിനടുത്തേക്ക് എത്തിയിട്ടുള്ളത് അവനുള്ള ഭക്ഷണവുമായി വന്നത് എന്നതിലുപരി ബെയ്ലർ പറഞ്ഞിട്ട് കൂടിയാണ്. രാജകുമാരനൊന്നും പറയാതെ ആൾമാറാട്ടം നടത്തി കൂടെ കൂടിയതിന് ഡങ്കിന് വിഷമവും ഉണ്ടാകുമെന്നും അതിന് ക്ഷമ ചോദിക്കുമെന്നും പറഞ്ഞാണ് ബെയ്ലർ ചെക്കനെ ഡങ്കിനടുത്തേക്ക് വിട്ടിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങളിലൊക്കെ ബെയ്ലർ നീറ്റാണെന്ന് മനസ്സിലാക്കാം. വയറ് കാഞ്ഞിരുന്ന ഡങ്ക് ഭക്ഷണവും കഴിച്ചുകൊണ്ട് എഗ്ഗിനോട് ചൂടാവുകയാണ്. കൂടെ നടന്ന് തന്നെ വിഡ്ഢിയാക്കിയെന്നും ഇതെല്ലാം രാജകുമാരന്മാരുടെ ഓരോ നേരം പോക്കായിരിക്കും അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇത് സംഭവം എഗ്ഗിനെ ഒരു സഹചാരിയാക്കി നിയോഗിച്ചതായിരുന്നു അവൻ്റെ മൂത്ത ജ്യേഷ്ഠനായ ഡെയ്റൻ്റെ. ആ സത്രത്തിൽ ഡങ്കിനെ ഭീഷണിപ്പെടുത്തിയ അതേ ഡെയ്റൻ്റെ. എന്നാൽ ഉത്തരവാദിത്വം ഒന്നും കൂടാതെ കുടിച്ചു കൂത്താടി നടക്കുന്ന ഡെയ്റൻ ഈ ടോർണി തീരും വരെ ചെക്കനുമൊത്ത് ഈ സത്രത്തിൽ ഒളിച്ചു പാർക്കാനെത്തിയതായിരുന്നു. ഒരു യോദ്ധാവിൻ്റെ സഹചരനാവാൻ എഗ്ഗിന് അതീവ ആശയുണ്ടായിരുന്നെങ്കിലും ഡെയ്റൻ ഒരു പരാജയമാണെന്ന് കണ്ട് പതിയെ കൂടിയതാണ് ഡങ്കുമൊത്ത്. അങ്ങനെ ഇപ്പോൾ ഡങ്കിൻ്റെ സംസാരം കേട്ട് എഗ്ഗിനും വിഷമം വന്ന് കണ്ണൊക്കെ നിറഞ്ഞ് എന്നോട് ക്ഷമിക്കണം സാർ എന്നൊക്കെ യുവരാജാവ് പറയുന്നെങ്കിലും ഒരു പ്രധാന കാര്യം, ഏഗൺ കള്ളമൊന്നും പറഞ്ഞിട്ടില്ല. അവൻ്റെ മാതാവ് പണ്ടേക്ക് പണ്ടേ മരണപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഡങ്കായിരുന്നു അനാഥനെന്ന് വിചാരിച്ചത്. മാത്രമല്ല ഏഗൺ എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് എഗ്ഗെന്നും തന്നെ മുട്ടയടിപ്പിച്ചത് ഡെയ്റൻ ആരും കണ്ടുപിടിക്കരുതെന്ന് തീരുമാനിച്ചായിരുന്നൊക്കെ പറയുമ്പോൾ എന്തോ ഉണ്ണിക്കുട്ടനോട് വീണ്ടും ഒരു പ്രത്യേക ഇഷ്ടം തോന്നിപ്പോവാണ് നമുക്കെല്ലാം അല്ലേ. ഒരു പാവം ചെക്കൻ. എന്തെങ്കിലും ഡങ്ക് ആ പരുക്കൻ സ്വരം വിടാതെ ഇനി എന്താ എൻ്റെ അടുത്ത വിധി എന്ന് ചോദിച്ചാൽ പറയാനുള്ളത് ആഹാരം കഴിഞ്ഞ് ബെയ്ലറിന് അടിയന്തരമായി ഡങ്കിനെ കാണണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത് കേൾക്കുന്നതും വേറൊന്നും നോക്കാനില്ലാത്ത ഡങ്ക് എന്നാൽ പിന്നെ കണ്ടെന്താന്ന് വെച്ചാൽ നടപ്പാകട്ടെ എന്ന പോലെ സമയം കളയാതെ അടുത്ത അയനത്തോടെ അവകാശിയും എഗ്ഗിൻ്റെ അങ്കിളുമായ ബെയ്ലറിൻ്റെ മുന്നിലേക്ക് എത്തുന്നു. കിങ്കരന്മാരെ വിടുന്നതിന് പിറകെ ബെയ്ലർ എഗ്ഗിനോടായി ജാറിൽ നിന്ന് ഡ്രിങ്ക്സ് ഒഴിച്ചു കൊടുക്കാൻ പറയുന്ന ആ ഒരു സന്ദർഭത്തിൽ ഡങ്കിന് ഇപ്പോഴും എഗ്ഗിലുള്ള ഒരു കരുതലും നല്ല മനസ്സും നമ്മൾ കാണുന്നത് എങ്ങനെയെന്നാൽ ബെയ്ലർ എഗ്ഗിനോട് പറയുന്നുണ്ട് ഗ്ലാസിന് പുറത്തേക്ക് കവിഞ്ഞു പോകാതെ നല്ലോണം ഒഴിച്ചു കൊടുക്കാൻ. ഇത് കേട്ട് ഡങ്ക് ബഹുമാനത്തോടെ ബെയ്ലറിനോട് അവൻ അങ്ങനെ ചെയ്യില്ലല്ലോ, അവൻ വളരെ നല്ലൊരു പയ്യനാണ്, നല്ല കാര്യവിവരമുള്ളവനാണ് എന്നൊക്കെ മനസ്സിൽ തട്ടിയുള്ള കുറേ വാചകങ്ങൾ. ഇത് കേൾക്കുന്ന ബെയ്ലറിന് ഒരു നീരസം കാര്യവിവരം ഉണ്ടായിരുന്നെങ്കിൽ ഏറോൺ ടാൻസലിനെ ആക്രമിച്ചപ്പോൾ ഓടി വരേണ്ടത് തൻ്റെ അടുത്തേക്കായിരുന്നു. എന്നാൽ പോയത് ഡങ്കിനടുത്തേക്ക്. എഗ്ഗിൻ്റെ പക്ഷം നോക്കിയാൽ അവൻ ആ സമയത്ത് ആ ഒരു ഓപ്ഷൻ മാത്രമായിരുന്നു. മാത്രമല്ല ഏരിയോൺ എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്നാണ് എഗ്ഗ് ആഗ്രഹിക്കുന്നത്. അവൻ നിന്റെ ചേട്ടനാണെന്നൊക്കെ സ്വാതന്ത്ര്യപ്പെടുത്തി എഗ്ഗിനെ പുറത്തേക്ക് വിട്ട ശേഷം മറ്റു ചില കാര്യങ്ങൾ ബെയ്ലർ ഹെഡ്ജ് നൈറ്റിനെ അറിയിക്കുവാണ്. മെയ്ക്കർ കുറച്ച് മണിക്കൂറുകൾ മുന്നേ തിരികെ എത്തിയിട്ടുണ്ട്, മൂത്ത മകനായ ഡെയ്റനെ ആ സത്രത്തിൽ നിന്നും കണ്ടുപിടിച്ചുകൊണ്ട്. ഡെയ്റൻ സ്വന്തം സൈഡ് ക്ലിയറാക്കാൻ പറഞ്ഞിരിക്കുന്നത് എഗ്ഗ് തന്നോടൊപ്പം തന്നെയായിരുന്നു, പക്ഷേ ഏതോ കൊള്ളക്കാരനായ യോദ്ധാവ് അവനെ ആരും കാണാൻ തട്ടിക്കൊണ്ടുപോയതാണ് എന്നും. ഡങ്കിനിത് കേൾക്കുന്നത് ഒരു ഷോക്കാണ്. ഒരിക്കലും അങ്ങനെയല്ലെന്ന് അവൻ തീർത്ത് പറയുന്നുണ്ട്. നമ്മൾ കണ്ടതല്ലേ, എഗ്ഗ് താനെ ഡങ്കിനടുത്തേക്ക് വന്നതാണ്. ടാൻസലിൻ്റെ കാര്യം നോക്കിയാൽ അവളിന് രാജ്യദ്രോഹിയാണ്. ഏരിയോൺ അങ്ങനെ ആക്കും, കാരണം ഡ്രാഗൺ എന്നത് ടാർഗറിയൻ്റെ മുഖമുദ്രയാണ്. അതിനെ അപകീർത്തിപ്പെടുത്തി നാടകം കളിച്ചതിലൂടെ ഇൻഡയറക്റ്റായി ടാർഗറിയൻസിനെതിരെ ഒരു വിപ്ലവത്തിന് ആഹ്വാനം ചെയ്യുന്നതായാണ് വരുത്തി തീർക്കുന്നത്. തീർച്ചയായും ബെയ്ലർ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ പല്ലടിച്ച് വായിലിട്ടതിന് ഏരിയോൺ ചോദിക്കുന്നത് ഡങ്കിൻ്റെ തലയാണ്, അതായത് അവനെ വധിക്കാൻ. പക്ഷേ എന്തായാലും അത് നടക്കാൻ പോണില്ലെന്ന് പറയുന്ന ബെയ്ലർ ചൂണ്ടിക്കാട്ടുന്നത് ഇതിൻ്റെ കൂടെ ഡെയ്റൻ പറഞ്ഞ കളവുണ്ടല്ലോ, എഗ്ഗിനെ തട്ടിക്കൊണ്ട് വന്നെന്ന് പറഞ്ഞത്. അതും കൂടി ചേർത്ത് വിചാരണയിൽ എന്തായാലും ഡങ്കിന് അനുകൂലമായൊരു സമീപനമാവില്ല ഉണ്ടാവുക. ഇതെല്ലാം കേട്ട് വറയിടായി നിൽക്കുന്ന ഡങ്കിൻ്റെ ചോദ്യം, ഒരു തെറ്റ് നടക്കുമ്പോൾ ഇടപെടേണ്ടത് ഒരു യോദ്ധാവിൻ്റെ കടമയല്ലേ എന്നും ബെയ്ലറിന് അത് തള്ളിക്കളയാനും ആവില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ ബെയ്ലറിന് ആദ്യം അറിയേണ്ട ഒരു കാര്യം, ഈ ഡങ്ക് ഒരു യോദ്ധാവ് എന്ന നിലയിൽ എത്ര പ്രഗത്ഭരാണെന്നും ചോദിക്കാൻ കാരണം ഡങ്കിന് ഏരിയോണുമായി നേർക്കുനേർ ഒരു എതിരിടലിന് വിചാരണയിൽ ആവശ്യപ്പെടാനാകും, അവൻ്റെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട്. അതുതന്നെയാണ് ശരിയായ രീതിയും. ട്രയൽ ബൈ കോമ്പാറ്റ്. അങ്ങനെ ഈ ചർച്ചയ്ക്ക് പിന്നാലെ ഉണ്ടാകുന്ന നീണ്ട വിചാരണ ചർച്ച. ബെയ്ലറും മെയ്ക്കറും ആഷ്ഫോർഡും ലിയോ ടൈറലും. ഈ ടൈറലിനെ ഓർമ്മയുണ്ടോ? ഡങ്ക് ആശാനെ അർലനെ അറിയുമോ എന്ന് തിരക്കി നോക്കിയ ആ ഒരു ലോഡ്. ഇത്രയും പേരടങ്ങുന്ന ബെഞ്ചിനൊപ്പം ഏരിയോണും ഡങ്കും. ഡങ്ക് ഇവർക്ക് മുന്നിൽ ട്രയൽ ബൈ കോമ്പാറ്റ് ആവശ്യപ്പെടുമ്പോൾ അറിയാലോ, ബെയ്ലറാണ് ഇവനെ ബുദ്ധി പറഞ്ഞു കൊടുത്തിരിക്കുന്നതിന് പിന്നിൽ. നീതിക്കൊപ്പം നിൽക്കുന്ന ഒരു നല്ല മനസ്സിനുടമയാണ് ബെയ്ലറിനെ നമുക്കിപ്പോൾ കാണാവുന്നത്.
എന്നാൽ അവിടെ ഏരിയോൺ ഒരു കരുവെടുത്ത് മുന്നിൽ വയ്ക്കുകയാണ്. ട്രയൽ ഓഫ് 7. ഇരു കക്ഷികളും നേർക്കുനേർ പോരാടും. ഒപ്പം അവരുടെ ഭാഗത്താണ് ന്യായം എന്ന് വിശ്വസിക്കുന്ന വേറെ ഒരു 6 യോദ്ധാക്കളും കൂടെ ഉണ്ടാകും കോമ്പാറ്റിനായി. നൂറ്റാണ്ടുകൾക്ക് മുന്നുള്ള ഒരു അപൂർവമായ ട്രഡീഷനാണിത്. ഏറെക്കുറെ ഡങ്കിൻ്റെ ട്രയൽ ബൈ കോമ്പാറ്റ് പോലെ തന്നെ. പക്ഷേ വ്യത്യാസം ഇതാണ്, ഒന്നിന് പകരം 7 യോദ്ധാക്കളുണ്ടാവും. മേക്കറിന് പോലും അറിയാത്ത ഈ ട്രയൽ ഓഫ് 7 എന്താണെന്ന് എല്ലാവരോടുമായി ബെയ്ലർ വിശദീകരിക്കുമ്പോൾ ഇതിനിടയ്ക്ക് തന്തയും മോരും തമ്മിൽ ചില്ലറ സംസാരമൊക്കെ നടക്കുന്നുണ്ട്. ഒരു ഹെഡ്ജിനായിട്ട് നേരിടാൻ ഇത്ര പേടി എന്തിനാണെന്നൊക്കെ മേക്കർ ഏരിയോനെ അക്യൂസ് ചെയ്തുകൊണ്ടൊക്കെ. ഏരിയോൻ്റെ ഈ തീരുമാനം പിതാവിനൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒടുക്കം അടുത്ത സൂര്യോദയത്തിൽ ട്രയൽ ഓഫ് 7 തന്നെ നടപ്പാക്കാൻ ആഹ്വാനം ചെയ്യുന്നതോടെ അവനെ പിടിച്ചെടുത്തുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ ആളവിടെ നിൽക്കുമല്ലേ ഡങ്ക്. ഇനി തന്നെ വിശ്വസിക്കുന്ന, തന്നെ കൂടെ നിൽക്കാൻ സമ്മതിക്കുന്ന 6 യോദ്ധാക്കളെ എങ്ങനെ തപ്പി കണ്ടുപിടിക്കാനാണ്? ഒന്നാമതേ പേരും പ്രശസ്തിയും ഒന്നുമില്ല, സ്വന്തം ആശാന് പോലും. അതൊരു വല്ലാത്ത വിഷമമാണ്. ഡങ്ക് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇതെല്ലാം നടക്കുന്നത് ആഷ്പോണിൻ്റെ കൊട്ടാരത്തിലാണേലും പുള്ളിക്ക് അവിടെ വിലയൊന്നുമില്ല. ഏരിയോൻ്റെ കപ്പലിൻ്റെ തോട് പറക്കലും വായടച്ച് മിണ്ടായിരുന്നു കേൾക്കലൊക്കെയാണ് അയാളുടെ റോള്. എന്തായാലും ഇതിപ്പോൾ ഡങ്കിന് ഇരട്ടി പ്രശ്നം. കൂടെ നിൽക്കാൻ 6 പേര് ഒപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ കുറ്റക്കാരനായി വിധിക്കപ്പെടുകയും ചെയ്യും. ആ മഴയത്ത് മനസ്സിൽ ഭാരവുമായി എൽമരത്തിൻ്റെ ചുവട്ടിലെ നനഞ്ഞു നിൽക്കുന്ന 2 പാവം കുതിരകളോട് പോയി സംസാരിക്കുകയാണ്. കാരണം സംസാരിക്കാൻ വേറെ ആരുമില്ല. നാളെ ചിലപ്പോൾ എൻ്റെ മരണം അയക്കാം മക്കളെ എന്നുള്ള നോവിക്കുന്ന സംസാരം. എന്നാൽ അവിടെ വേറൊരാൾ കൂടി ഉണ്ട്, ഫോസോവെ, റെയ്മൺ ഫോസോവെ. നടന്നതെല്ലാം അവൻ അറിഞ്ഞു. കൂട്ടുകാരൻ എന്താണെന്നറിയാൻ കാത്തു നിന്നാണ് അവൻ. വിശക്കുന്നോ എന്ന് ചോദിച്ച് താല്പര്യം ഇല്ലെങ്കിലും ഡങ്കിനെ കൊണ്ടുപോകുന്നത് അവിടെ ടെൻറ്റിലേക്കാണ്. ഡങ്കിനെ പോലെ വിഷമിച്ചിരിക്കുന്ന നമ്മൾക്കും ആ ഒരു സന്ദർഭം കുറച്ച് ആശ്വാസം തരുന്നതാണ്. റെയ്മണിൻ്റെ കസിൻ ബ്രദർ സ്റ്റെഫോണും കൂടാരത്തിലിരിപ്പുണ്ട്. പപ്പറ്റ് ഷോയ്ക്കിടെ നടന്നതെല്ലാം സ്റ്റെഫോൺ കണ്ടതാണ്. ഒട്ടും ന്യായമല്ലെന്ന് പുള്ളിക്കും അറിയാം. ട്രയൽ ഓഫ് 7 പറഞ്ഞിരിക്കുകയാണെന്നും ആരുമില്ലെന്ന് ഡങ്ക് പറഞ്ഞേൽക്കെ സ്റ്റെഫോൺ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടെന്ന് അവിടെ വാക്ക് കൊടുക്കുന്നു. ഒരു യോദ്ധാവ് ചെയ്യേണ്ട കടമ തന്നെയാണ് ഒരു പാവത്തിനെ ഉപദ്രവിക്കുന്ന കണ്ടപ്പോൾ ഡങ്ക് ചെയ്തത്. അതിൻ്റെ പേരിൽ ശിക്ഷ ഏറ്റുവാങ്ങുക എന്നത് യോജിക്കാൻ കഴിയാത്ത ഒന്നാണ്. മാത്രമല്ല ഫോസോവയ്ക്ക് ടാർഗേഴ്സിനോടും വലിയ മതിപ്പൊന്നുമില്ല. ഈ ഒരു മണ്ണിൽ ഞങ്ങൾ വന്നതിന് ശേഷം വന്നവരാണ് ഡ്രാഗൺസ് പോലും ഇല്ലാതെ ഡ്രാഗൺ എന്ന് പറഞ്ഞു നടക്കുന്ന ടാർഗേറിയൻസ് എന്നും അവർ നശിച്ച് നാറാണക്കല്ലായി കഴിയുമ്പോഴും തങ്ങളുടെ പരമ്പര ഇവിടെ ഉണ്ടാകുമെന്ന് വീറോടെ പറയുന്ന സ്റ്റെഫോൺ പറയുന്ന മറ്റൊരു ആശ്വാസം, താൻ വിചാരിച്ചാൽ ചങ്ങാതിമാരായ ലയണലാകട്ടെ, ഡാമൻ ലാൻസ്റ്റർ ആകട്ടെ, അവരെല്ലാം ഒപ്പം നിൽക്കുമെന്നും. കളത്തിലൊരു മൃഗമായിട്ടാണ് നമ്മൾ കണ്ടതിലും സ്റ്റെഫോൺ ആൾ കൊള്ളാം അല്ലേ? ഡങ്കിന് മുന്നിലിപ്പോൾ ഒരു ആശ്വാസമായിട്ടല്ലേ അവൻ നിൽക്കുന്നത്. അങ്ങനെ ഈ ഒരു ആശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ റെയ്മൺ പറയുന്നുണ്ട് ഇവിടുന്ന് വിചാരണ നേരിടാതെ ഒളിച്ചോടുന്നതിനെക്കുറിച്ച്. പക്ഷേ ഡങ്കിൻ്റെ അഭിപ്രായത്തിൽ ഇവിടുന്ന് ഒളിച്ചോടുന്നത് മരണത്തെ ഭയന്നാണല്ലോ. അങ്ങനെ പോയാൽ പിന്നീട് ഒരിക്കൽ മരണപ്പെടുക തന്നെ ചെയ്യും. ദൈവം എന്താണോ വിധിച്ചിട്ടുള്ളത് അത് നടക്കട്ടെ എന്ന് പറയുമ്പോൾ റെയ്മൺ ഉറപ്പിക്കുന്നുണ്ട് ഒരു യോദ്ധാവ് ചെയ്യേണ്ടതെന്തോ അത് ചെയ്തു. അതിനുവേണ്ടിയാണോ ഒരു വിധി കാത്തു നിൽക്കുന്നത്? ഞാൻ എൻ്റെ നില മറന്ന് പ്രവർത്തിക്കാൻ പാടില്ലായിരുന്നു എന്ന ദുഃഖത്തിൽ നിൽക്കുമ്പോൾ അതാ നമ്മുടെ ഉണ്ണിക്കുട്ടൻ. എത്രയൊക്കെ കൊട്ടുസൂട്ട് വിട്ടാലും താൻ സർ ഡങ്കൻ ദ ടോളിൻ്റെ സഹചാരിയാണ്. നാളെ പോരാട്ടത്തിന് സഹായി തന്നെ ഉണ്ടാവുമെന്ന് അറിയിക്കാൻ കൂടാരത്തിലേക്ക് വരുമ്പോൾ ഡങ്കിൻ്റെ ഒരു ആശ്വാസവും കരുതലും ഉണ്ട്. എത്ര സോഫ്റ്റാണോ അവൻ്റെ മനസ്സെന്ന് കാണിക്കുന്ന തരത്തിൽ. നീ ഇവിടുത്തെ ഇത് പിത പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ എഗിൻ്റെ കൂടെ വേറൊരാൾ കൂടിയുണ്ട്, ഡേമൺ. ഇവനെ കാണുന്നതും ഡങ്കിന് സകല കലയും കയറി ഒരു കത്തിയും എടുത്ത് അവനെ പോയി പിടിക്കുന്നതിൻ്റെ കാരണം അറിയാലോ. എഗിനെ തട്ടിക്കൊണ്ടുവന്നവനാണ് ഡങ്കെന്ന് കളവ് പറഞ്ഞവനല്ലേ ഈ കുടികാരപ്പയൽ. ഫസ്റ്റ് എപ്പിസോഡിൽ സത്രത്തിൽ വെച്ച് കത്തിയാട്ടി ഭീഷണിപ്പെടുത്തിയത് ടാർഗേറിയനായ ഡയറനാണ് എന്ന് ഡങ്ക് അറിയുന്നതും ഇവിടെ വെച്ച് തന്നെ. ഇപ്പോൾ തിരിച്ചു കത്തിവെച്ച് മനസ്സ് മൊത്തം നീറ്റിലുമായി നിൽക്കുന്ന ഡങ്കിനെ എഗ് കൊല്ലെഴുന്ന് ആവർത്തിച്ച് സമാധാനിപ്പിച്ച് ഒന്ന് അയക്കുന്നതിനെ തുടർന്ന് അവർക്ക് പറയാനുള്ള അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. ഏരിയോന് വേണ്ടിയിട്ട് അവൻ്റെ സൈഡിൽ ഒരു യോദ്ധാവായി നിൽക്കാൻ മേക്കറുണ്ടാവും. സ്വാഭാവികം, അച്ഛനല്ലേ. ഒപ്പം അവിടെ സുരക്ഷാ മേധാവികൾ 3 പേരും. 2 പേരെ നമ്മൾ മുന്നേ കണ്ടിരുന്നു, റോളണ്ടും ഡോണലും. പിന്നെ 6ാമനായി ഈ ഡെയ്റണും. ഡങ്ക് ചെയ്തിട്ട് പറയുന്നുണ്ട് ഇവൻ കള പറഞ്ഞൊരിക്കലും എന്നെ കൊന്നു, ഇനി കൊല്ലാൻ സമ്മതിക്കില്ലെന്ന്. പക്ഷേ ഈ ഡയറിൻ്റെ കാര്യം നോക്കിയാൽ അവൻ ഏരിയോന് വേണ്ടി കളത്തിലുണ്ടെങ്കിലും വിഷയമില്ല. ഡങ്കിന് ഉതകുന്ന പോലെ വീഴാൻ നിന്നു തരാമെന്നാണ് പുള്ളി പറയുന്നത്. ഇങ്ങനെ സംസാരങ്ങളൊക്കെ നടക്കുമ്പോഴും ഡങ്ക് എഗിനോട് ചോദിക്കുന്നുണ്ട് ഇവരെല്ലാം നിൻ്റെ കുടുംബമാണ്, അവർക്കെല്ലാം എതിരെ നിൽക്കുന്ന എന്നോടൊപ്പമാണ് നീ നിൽക്കാൻ പോകുമെന്ന് ആലോചിക്കണം എന്നൊക്കെ. എഗിന് ഇതിൻ്റെ പേര് പിന്നീട് ഒരു ഭവിഷ്യത്ത് ഉണ്ടാകുന്നത് ഡങ്കിന് ഇഷ്ടമല്ല. അങ്ങനെ ഇപ്പോൾ എന്തായാലും ഇതുവരെ ഏരിയോൻ്റെ സൈഡിൽ 6 പേരാണുള്ളത്. ഒരു സ്ഥാനം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ സ്റ്റെഫോൺ മാത്രമാണ് തൻ്റെ കൂടെ ഉള്ളതെന്ന് ഡങ്ക് അറിയിക്കുന്നതിന് പിന്നാലെ ഡെയ്റൻ തനിക്ക് ഡങ്കിനോട് സ്വകാര്യമായി സംസാരിക്കണമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോകുന്നത് ഗംഭീരമായൊരു കാര്യം പറയാനാണ്. മുന്നേ സത്രത്തിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞില്ലായിരുന്നോ ഡെയ്റൻ നമ്മുടെ ഹെഡ് നൈറ്റിനെ സ്വപ്നത്തിൽ കണ്ടിരുന്നുവെന്ന്. ആ സ്വപ്നം എന്താണെന്ന് പറയാം. അതിനു മുന്നേ ഈ ഡെയ്റൻ്റെ സ്വപ്നങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. അവൻ എന്ത് സ്വപ്നം കണ്ടാലും അത് നടക്കും എന്ന സവിശേഷത. ഡങ്കിനെ കണ്ട ആ ഒരു സ്വപ്നമോ പടുകൂറ്റനായ ഒരു തീതുപ്പൻ ഡ്രാഗൻ. ഒരു വലിയ പോരാട്ടത്തിനൊടുവിൽ ആ ഡ്രാഗൻ ഡങ്കിൻ്റെ മേലേക്ക് വീഴുവാണ്. ഡ്രാഗൻ്റെ ജീവൻ പോവുകയും ചെയ്തു. ഡങ്ക് ജീവനോടെയും ഉണ്ട്. ഇതാണ് ആ സ്വപ്നം. ഡ്രാഗനെ കൊന്നത് ഡങ്കാണെന്ന് ചോദിച്ചാൽ അത് തന്നെ അറിയത്തുമില്ല. എന്തായാലും കണ്ടാൽ നടക്കുന്ന സ്വപ്നം കാണാറുള്ള ഡെയ്റൻ ഇങ്ങനൊരു സ്വപ്നം കണ്ടത് എന്തായിരിക്കും? ഭാവിയിൽ ഇങ്ങനെ വല്ലതും നടക്കുമോ ഡങ്കിന്? നമുക്ക് കണ്ടറിയാം.
പക്ഷേ നിലവിലെ സാഹചര്യം വെച്ച് നോക്കിയാൽ ഈ കഥ നടക്കുന്നതിന് 56 വർഷം മുന്നേ ഡ്രാഗൺസ് എല്ലാം നാമാവശേഷമായിട്ടുണ്ട്. അവസാനമുണ്ടായിരുന്ന ഡ്രാഗണും പൂർണ്ണ വളർച്ചയെത്താതെ മരണപ്പെടുകയായിരുന്നു. പിൽക്കാലത്ത് ഒരു ഡ്രാഗൺ വീണ്ടും വരുന്നത് ഗെയിം ഓഫ് ത്രോൺസ് കാലത്താണ്, അതായത് ഇനിയും 90 വർഷം കഴിയുമ്പോൾ. അതുകൊണ്ട് ഒരു പക്ഷേ ഡെയറൻ കണ്ട ഡ്രാഗൺ എന്നുള്ളത് മെറ്റഫറിക്കലി ഉള്ളതുമാകാം. ചിലപ്പോൾ ഒരു ടാർഗെയൻ രാജാവോ രാജകുമാരനോ അങ്ങനെ എന്തെങ്കിലും. എന്തായാലും ഇപ്പോൾ ഡയമണ്ട് ഈ ഒരു സംസാരം ഡങ്കിന് ഇത്തിരി മാറ്റമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഡയറൻ ആളൊരു പരാജയമൊന്നുമല്ല, പക്ഷേ മദ്യപാനത്തിൽ അഡിക്റ്റായിപ്പോയി, അതാണ്. അതിൻ്റെ നല്ല കുറ്റബോധം പുള്ളിയുടെ ഉള്ളിലുണ്ടെന്ന് ഡങ്ക് മുത്തുള്ള സംസാരത്തിൽ തന്നെ അറിയാം. അങ്ങനെ സംസാരം കഴിഞ്ഞ് ഡങ്ക് വീണ്ടും മഴയത്ത് നനഞ്ഞ് നടന്ന് ആ പപ്പൻ ഷോ നടക്കുന്നിടത്തേക്ക് പോകുമ്പോൾ മനസ്സിൽ ഓരോ ചിന്തകളാണ് ടാൻസലിനെ കുറിച്ചുള്ളതൊക്കെ. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അവളുടെ ഉപജീവന മാർഗം മൊത്തം തകർന്ന് തരിപ്പണമായി കിടക്കുവാണ്. എല്ലാവരും പോയി കഴിഞ്ഞിരിക്കുന്നു. പോകുന്നതിന് മുന്നേയായി പെയിൻ്റ് അടിക്കാൻ കൊടുത്ത ഡങ്കിൻ്റെ പരിച ആല നടത്തുന്ന സ്റ്റീലിയുടെ കൈകളിൽ ഭദ്രമായി ഏൽപ്പിച്ചിരുന്നു. ടാൻസൽ സംഘവും ആ പ്രദേശം വിട്ട് തന്നെ പോയി കഴിഞ്ഞിരിക്കുന്നു, വെസ്റ്റ്രോസിലെ തരിശു ഭൂമിയായ ഡോണിലേക്ക്. എന്ത് കഷ്ടമാണ്. ഡങ്കിനൊരു ഇഷ്ടം കൊണ്ട് തോന്നിയെന്നൊരു പാവമായിരുന്നു അവൾ. ഡങ്കിനിപ്പോൾ സ്വന്തമെന്ന് പറയാൻ ആരും ഇല്ലായിരിക്കാം, പക്ഷേ ചുറ്റും നിൽക്കുന്നവർ അവനോട് കാണിക്കുന്ന സഹാനുഭൂതി, സ്നേഹം, ഒരു താല്പര്യം പിന്നീട് നമ്മളങ്ങോട്ട് കാണുവാണ്. ദേ സ്റ്റീലിൽ നിന്ന് തന്നെ തുടങ്ങാം. ഡങ്കിൻ്റെ ആ പരിച തുരുമ്പിച്ചും കട്ടി കുറച്ചിട്ടുമായിരുന്നു. ഇദ്ദേഹം അവന് വേണ്ടിയിട്ട് അതിൽ പുതിയതും ശക്തവുമായ ഇരുമ്പ് ചേർത്ത് നല്ല ബലമുള്ളതാക്കി. അതിനായി മേടിക്കുന്ന കൂലി പേരിന് വേണ്ടി ഒരു ചെമ്പ് നാണയവും എൽമരവും ഫോളിംഗ് സ്റ്റാറും സൂര്യാസ്തമയം ചേർന്നുള്ള ആ പരിച കാണുന്ന ഡങ്കിന് ഉള്ളിൽ വിങ്ങൽ മാത്രമാണ്. എല്ലാവരും കൈവിട്ടു പോകുന്ന പോലെ അവൻ്റെ മനസ്സിന്. സ്റ്റീലി അവന് ധൈര്യം കൊടുക്കുന്നതോ ഓക്കുമരത്തെയും ഇരുമ്പിനെയും വിശ്വസിച്ചിറങ്ങിയാൽ മരിക്കില്ലെന്ന് അവരുടെ പഴയ വാക്യം ഓർപ്പിച്ചുകൊണ്ടു. അങ്ങനെ ധൈര്യം സംഭരിച്ചിറങ്ങി നിൽക്കെ നേരം വെളുക്കാൻ തുടങ്ങിയിരിക്കുന്നു. മത്സര മൈതാനമൊക്കെ ആ മൂടൽ മഞ്ഞിനെ വകവയ്ക്കാതെ ഒരുങ്ങി കാഴ്ചക്കാരെല്ലാം തടിച്ചുകൂടി അങ്ങനെ നിൽക്കെ ഡങ്കിന് കൂട്ടായി കുറേ നിറയുള്ളവരെ നമ്മളവിടെ കാണുവാണ്. അപ്പുറവും ഇപ്പുറവുമായി റെയ്മണും സ്റ്റീലി നിൽക്കെ ഡങ്കിന് വേണ്ടി അവരുടെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടി അവിടെ വന്നുള്ളപ്പോൾ യോദ്ധാക്കൾ സർ ലയണൽ ബരാത്തിയ, സർ റോബിൻ റൈസ്ലിംഗ്. കഴിഞ്ഞ എപ്പിസോഡിൽ എഗ്ഗിനടുത്തു നിന്ന് സംസാരിച്ച 7 സാമ്രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും രോഷാകുലൻ എന്നറിയപ്പെടുന്ന ഒറ്റക്കണ്ണൻ നൈറ്റ് സർ ഹെംഫ്രി ഹാർഡിംഗ്. കഴിഞ്ഞ ദിവസമാണ് അയാൾ ഏരിയോൺ തോന്നിവാസം കാട്ടി വീഴ്ത്തിയെ തുടർന്ന് കാലൊടിഞ്ഞത്. ഇപ്പോൾ കുതിരപ്പുറത്ത് ബെൽറ്റൊക്കെ ഇട്ട് അങ്ങനെ റെഡിയായി നിൽക്കുവാണ്. നടക്കാൻ പറ്റില്ല, പക്ഷെ പോരടിക്കാൻ സാധിക്കും എന്ന് ഹംഫ്രി ഹാർഡിംഗ് പറയുമ്പോൾ അയാളുടെ മനസ്സിൽ ഏരിയോണോടുള്ള പകയാണ്. ഒപ്പമുള്ള വേറെ യോദ്ധാവ് ഇദ്ദേഹത്തിൻ്റെ വകയിലെ ഒരു സഹോദരനായ ഹംഫ്രി ബീസ്ബെറിയും നിരന്തരം റെഡിയായി ഇത്രയും പേര് നിൽക്കുമ്പോൾ ഡങ്കും സ്റ്റെഫണും കൂടി ചേരുമ്പോൾ അപ്പോൾ 6 നൈറ്റ്സ് ആവും. ഏരിയോണിൻ്റെ സൈഡിലും 6 നൈറ്റ്സ് മാത്രമേ ആയിട്ടുള്ളൂ എന്നാണ് എഗ്ഗ് പറഞ്ഞത്. ഡങ്ക് വന്നു നിൽക്കുന്നവരോടെല്ലാം, പ്രത്യേകിച്ച് ഹംഫ്രി ഹാർഡിങ്ങിനോടും ലയണൽ ബരാത്തിയനോടും നന്ദി പറഞ്ഞ് സ്റ്റെഫോണിൻ്റെ സഹായത്തെ വാഴ്ത്തുമ്പോഴാണ് ആരുടെ സെൽവനൊന്നുമല്ല, ദേ ആ കൊച്ചിറക്കം പറഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് എന്ന് ലയണൽ പറയുകയാണ്. അതായത് ഇവരെല്ലാം എത്തിയിരിക്കുന്നത് എഗ്ഗ് പറഞ്ഞിട്ടാണ്, അവൻ്റെ വാക്ക് കേട്ടിട്ടാണ്. മുട്ടയ്ക്കൊക്കെ എന്താവല, ഉണ്ണിക്കുട്ടൻ ഡങ്കിൻ്റെ അസറ്റാണ്. ഇവിടെ എക്സ്പോസ് ആവുന്ന മറ്റു കാര്യം ലയണലടക്കം തൻ്റെ സുഹൃത്തുക്കളെന്ന് പറഞ്ഞ സ്റ്റെഫോണെ ഇവർക്കറിയുക പോലുമില്ല. അങ്ങനെ നിൽക്കെ വൈകാതെ ഏരിയോൺ സംഘവും എത്തുകയാണ്. 6 പേർ തന്നെ നിരന്ന് നിൽക്കുമ്പോൾ ഡങ്കിനൊരു തിരിച്ചടി സംഭവിക്കുന്നു. ആര് കൂടെ നിൽക്കുമെന്ന് പറഞ്ഞോ അവൻ കാല് വരുന്ന കാഴ്ച. സ്റ്റെഫോൺ ഏരിയോൻ്റെ കൂടെ ചേർന്നു. ലോഡ്ഷിപ്പ് പദവി നൽകാമെന്ന ഏരിയോൻ്റെ വാഗ്ദാനത്തിൽ സ്റ്റെഫോൺ ചതിക്കുന്ന കാഴ്ച. റെയ്മണും ഇതൊരു ഷോക്കാണ്. ഇതെല്ലാം കണ്ട് റെയ്മണി ചതിരമായി വഴക്കായി ഉന്തുതല്ലുമായി തുടർന്ന് അവൻ എന്ത് ചെയ്യുന്നു, ഡങ്കിനടുത്ത് ചെന്നിട്ട് തന്നെ ഒരു യോദ്ധാവെ പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെടുകയാണ്, അവൻ്റെ കൂടെ പോരാടാനായിട്ട്. ഒരു യോദ്ധാവിന് മറ്റൊരാളെ യോദ്ധാവെന്ന് പ്രഖ്യാപിക്കാനായാൽ ആ ആളും യോദ്ധാവാകും. ചതി കണ്ട് ഇരുണ്ടു നിൽക്കുന്ന ഡങ്ക് റെയ്മണോടായി ഇതിലേക്ക് വരണ്ട, അപകടമാണെന്ന് നിൽക്കെ ബരാത്തിയോണെത്തി റെയ്മണിൻ്റെ തീരുമാനത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്. 5 യോദ്ധാക്കളെ വെച്ച് ഒരിക്കലും ജയിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട്. ഇതേ സമയം തന്നെ ലോർഡ് ആഷ്ഫോർഡും കൂട്ടരുമെത്തി കാഹളം മുഴക്കുന്നതും ആ ദൗത്യം ലയണൽ ഏറ്റെടുത്ത് ഡങ്ക് അങ്ങോട്ടേക്ക് പോവുകയാണ്. റെയ്മണ് മേൽ വാഴ്വെച്ചുകൊണ്ട് അവനെ അനുഗ്രഹിച്ചൊരു യോദ്ധാവെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഏരിയോൺ കേൾക്കെ ആഷ്ഫോർഡിനോടായി പറയുന്നുണ്ട് ഡങ്ക്, ഞങ്ങളിപ്പോൾ മൊത്തം 6 യോദ്ധാക്കളായിട്ടുണ്ട്. 6 പേരും ഈ 7 പേർക്കെതിരെ പോരാടാമെന്ന്. പക്ഷേ ട്രയൽ ഓഫ് 7-ൽ അങ്ങനെ ഒരു പരിപാടിയില്ല. ഏരിയോണത് ചൂണ്ടിക്കാട്ടുന്നതിനെ തുടർന്ന് 7 പേരില്ലെങ്കിൽ ഡങ്കിനെ കുറ്റവാളിയായി വിധിക്കുമെന്ന സിറ്റുവേഷൻ. ഇനി എന്ത് ചെയ്യും? ഒരു നിമിഷം തരാൻ ഡങ്ക് ചോദിക്കുവാണ്. അതവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടുമായി ചിലത് പറയാനാണ്. എൻ്റെ ആശാനായിരുന്നു സർ അർലാൻ. നിങ്ങൾക്കാർക്കും അദ്ദേഹത്തെ അറിയില്ലെന്ന് എനിക്കറിയാം, പക്ഷേ പല വലിയവർക്കും വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്. സ്വന്തം ചോര അല്ലെങ്കിലും എനിക്ക് പലതും പഠിപ്പിച്ചു വന്നു, ഒരു യോദ്ധാവാക്കി. ആയുധവും ആക്രമണവും മാത്രമല്ല, ന്യായത്തെയും യശസ്സിനെയും കുറിച്ച്. ഒരു നിരപരാധിയെ ഉപദ്രവിക്കുന്നത് കണ്ട് എതിർക്കുക മാത്രമാണ് ചെയ്തത്. നീതിക്ക് വേണ്ടി എന്നോടൊപ്പം പോരാടാൻ ഈ വെസ്റ്റ്രോസിൽ മനഃശക്തിയുള്ള ആരായാലും വരൂ എന്ന് വികാരാധീനായി കണ്ണൊക്കെ നിറഞ്ഞ് പറയുന്നെങ്കിലും ആരുമില്ല. എല്ലാവരും ഡങ്കിനെ പുച്ഛിച്ച് പരിഹസിക്കുമ്പോൾ എല്ലാം കൈയൊഴിഞ്ഞു എന്ന് ഡങ്ക് മെഗും ദുഃഖിച്ചു നിൽക്കെ അവിടേക്ക് ഒരാൾ കടന്നു വരികയാണ്. ബെയ്ലർ ടാർഗേറിയൻ. ന്യായത്തിനു വേണ്ടി,
നീതിക്ക് വേണ്ടി ഒരു യോദ്ധാവ് ചെയ്ത കടമയുടെ കൂടെ നിരപരാധിക്ക് വേണ്ടി കൂടെ നിൽക്കാൻ അവിടെ ഡങ്കിന് വേണ്ടി പൊരുതാൻ എത്തിയിരിക്കുകയാണ് ടാർഗറിൻ്റെ അടുത്ത അവകാശിയായ രാജകുമാരൻ. ഈ ഒരു രോമാഞ്ച മൊമെൻറ്റിൽ ആ മ്യൂസിക്കും ഇട്ടൊരു നൃത്തക്കമുണ്ട്. ആ ത്രില്ലിംഗ് മൊമെൻറ്റിൽ നമ്മൾ ഇമോഷണൽ എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ സഹോദരൻ മേക്കറൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട് ഇതെന്ത് ഭാവിച്ചാണെന്ന്. പക്ഷേ ബെയ്ലർ ന്യായത്തിൻ്റെ പക്ഷത്തു നിന്ന് പറയുമ്പോഴുണ്ടാവുന്ന ആ ഒരു സുഖമുണ്ടല്ലോ. നമ്മുടെ ഡങ്കിൻ്റെ പക്ഷം ഇപ്പോൾ സ്ട്രോങ് ആയിരിക്കുവാണ്. അത് മതി. ബെയ്ലറിനെ ഉൾപ്പെടെ സംരക്ഷിക്കാമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുള്ള സുരക്ഷാ മേധാവികൾ ഇനി എന്തു ചെയ്യുമെന്ന് കണ്ടറിയാം. ഒരുപാട് മനസ്സിനെ ദുഃഖിപ്പിച്ച മൊമെൻറ്റ്സ് ഉള്ള അധ്യായമായിരുന്നു ഇത്. ഡങ്കിനെ പോലെ തന്നെ നമുക്കും. എന്തായാലും സീസണിൻ്റെ ആദ്യ പകുതിയും രണ്ടാം പകുതിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്ഥിതിക്ക് ഒരു കീ എപ്പിസോഡ് തന്നെ 7 എന്ന ടൈറ്റിലുള്ള ഈ 4th വൺ. ആര് ജയിക്കും, ആര് മരിക്കും, ഡങ്കിന് അവൻ്റെ നിരപരാധിത്വം തെളിയിക്കാനാകുമോ? നിങ്ങളുടെ ചിന്തകൾ ഇവിടെ ഇനി പ്രതിഫലിക്കട്ടെ. അപ്പോൾ പുതിയ കാഴ്ചകളുമായി സി യു സൂൺ ഫാം. ടേക്ക് കെയർ.